ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഖത്തറിലെ വളരെ പ്രശസ്തമായി നിൽക്കുന്ന 3 പതിറ്റാണ്ടായി തന്നെ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ടെക്സ്റ്റൈൽ ഗ്രൂപ്പുണ്ട്, അൽ സഹ്റ ടെക്സ്റ്റൈൽ ഗ്രൂപ്പ്. ഖത്തറിലും ദുബൈയിലുമായി തന്നെ നിരവധി ബ്രാഞ്ചുകളുള്ള ആ ഒരു ഷോപ്പിൻ്റെ ഉടമസ്ഥൻ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രശസ്തനായ ഒരു സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ഖത്തറിലെ ഒരു വലിയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനായ മിസ്റ്റർ പോക്കർ കക്കാട്ടാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വരുന്നതിലേക്ക് സാർ. നമസ്കാരം. നമസ്കാരം. സർ, അൽ സഹ്റ ഗ്രൂപ്പ് ഇന്ന് ഖത്തറിലെ വളരെ പ്രശസ്തമായി നിൽക്കുന്ന ഒരു വസ്ത്ര ശൃംഖലയാണ്. തീർച്ചയായിട്ടും ഖത്തർ മലയാളികൾക്കും അതുപോലെ തന്നെ വിദേശികളായാൽ തന്നെയും വസ്ത്രം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ നിങ്ങളൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ വിശേഷങ്ങൾ ഈ എപ്പിസോഡിൽ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പായി തന്നെ താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? 1979 ഞാൻ ഫസ്റ്റിൽ ഖത്തറിലേക്ക് വരുന്നത്. അന്ന് എല്ലാ പ്രവാസികളും, അന്ന് കുറഞ്ഞ പ്രവാസികളുണ്ടായിരുന്നുള്ളൂ, ഉള്ളവരൊക്കെ ഷിപ്പിലായിരുന്നു ഖത്തറിലേക്ക് വരുന്നത്. അപ്പം ഷിപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോംബെയിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ അമ്മാവനാണ് മൊയ്തു മാഷ്, കരിയാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കരിയാട് പഞ്ചായത്തിൻ്റെ അദ്ദേഹം ആണ് ഷിപ്പിൽ പോകരുത്, നിർബന്ധമായിട്ട് ഫ്ലൈറ്റിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ ഖത്തറിലേക്ക് വിമാനത്തിൽ ആദ്യമായിട്ട് ഒരു 7 ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് ഖത്തറിലേക്ക് എത്താറ്. പക്ഷെ ഞാൻ ഏതാണ്ട് 4 മണിക്കൂർ കൊണ്ട് ഖത്തറിലെത്തിയ ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഫസ്റ്റിൽ ഈ അമ്മാവൻ തന്നെ, മൊയ്തു മാഷ് തന്നെ എന്നെ പഠിപ്പിച്ച ഒരു ജോലി ഉണ്ടായിരുന്നു. സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷം സ്പ്രേ പെയിൻറ്റിങ് പഠിക്കുകയാണ്. അത് തലശ്ശേരി എന്നെ അവിടെ അയക്കുകയും അവിടുന്ന് പരിശീലിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ ജോലി ഖത്തറിലെത്തിയപ്പോൾ എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അലർജി കാരണം എനിക്കത് നിരന്തരം ശ്വാസം മുട്ടും മറ്റുള്ളതൊക്കെ വന്നപ്പോൾ ആ ജോലി ഞാൻ മാറി. പിന്നീട് എൻ്റെ ഒരു ബന്ധു കൂടിയായ പാറേമ്മൽ അലിയാജി എന്ന് പറയുന്ന അറിയപ്പെടുന്ന, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ബേക്കറിയിലാണ് ഞാൻ ഫസ്റ്റിൽ ജോലി ചെയ്തത്. അവിടെ ഒരു വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം എൻ്റെ പെർഫോമൻസും എന്നെ മനസ്സിലാക്കി അദ്ദേഹം ടെക്സ്റ്റൈൽസിലേക്ക് മാറ്റി, അൽ സഹ്റ ടെക്സ്റ്റൈൽസിലേക്ക്. അവിടെ ഒരു 2 വർഷം 3 വർഷം ജോലി ചെയ്തപ്പോൾ പിന്നീട് ഞാൻ നാട്ടിൽ പോയി കല്യാണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ചാൻസ് തന്നു. അപ്പോൾ അത് ഇതുവരെ കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഒന്ന് വിശദമാക്കാം. മുൻകാലങ്ങളിൽ ജപ്പാൻ്റെ നിർമ്മിത തുണിത്തരങ്ങളായിരുന്നു വന്നിരുന്നത്. ഈയിടെയായിട്ട് ഇന്ത്യയിലെ മെറ്റീരിയൽസാണ് കൂടുതൽ ഞങ്ങൾക്ക് ക്വാളിറ്റി നല്ലതും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ചുരിദാർ സെറ്റ് പാകിസ്ഥാൻ്റെതും ഇന്ത്യയുടെ അതിന് ഞങ്ങളുടെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇനി അൽ സഹ്റ ഗ്രൂപ്പിൻ്റെ ബ്രാഞ്ചുകൾ, അൽ സഹ്റ ടെക്സ്റ്റൈൽസിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകൾ ഖത്തറിൽ പല മേഖലകളിലുണ്ട്. അതെവിടെയൊക്കെയാണ്, അതിൻ്റെ മാനേജ് ചെയ്യുന്നത് ആരൊക്കെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു എന്നൊന്ന് പറയാം. ബ്രാഞ്ചുകളുള്ളത്, ഒന്ന് മെയിനായിട്ട് എൻ്റെ ബ്രാഞ്ചുള്ളത് സൗദിയ ഗ്രൂപ്പിൻ്റെ, മുൻപ് ദുബായ് സെൻറ്റർ എന്ന് പേരുണ്ടായിരുന്ന, ഇന്ന് സൗദിയ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തും എൻ്റെ ഗുണകാംക്ഷിയുമായ NK മുസ്തഫ സാഹിബ്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലാണ് എനിക്ക് ഫസ്റ്റിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ തന്നത്. അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെടുകയും ഞാൻ ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാത്തൊരു വ്യക്തിയായി അദ്ദേഹം ഇന്നും സൂക്ഷിക്കുകയും ചെയ്യുന്ന സൗദി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ MD ബഹുമാനപ്പെട്ട മുസ്തഫ. ഇപ്പോൾ ഈ KMCCയുടെ പ്രവർത്തന രംഗത്തും താങ്കൾ വളരെ സജീവമാണ്. പറയൂ, താങ്കളുടെ ഒരു രാഷ്ട്രീയ ബോധം, ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണ് തുടങ്ങിയത് എന്നൊന്ന് പറയാം. ഞാൻ മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരംഗമാണ്. ചന്ദ്രിക കണ്ട് വാദിച്ചതാണ് മലയാള അക്ഷരം ഞാൻ പഠിച്ചത്.
3 പതിറ്റാണ്ട് കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മൊയ്ത് മാഷയുടെ പെങ്ങളെ മകനാണ് ഞാൻ. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. ഇവിടെ വന്നപ്പോൾ KMCCയിൽ ബഹുമാനപ്പെട്ട അടിയോട്ടിൽ അഹമ്മദ്, പാറക്കൽ അബ്ദുള്ള എന്നിവരുടെ കൂടെ പ്രവർത്തിക്കുകയും, പക്ഷേ എൻ്റെ പ്രവർത്തനത്തിൽ ഹൈലൈറ്റ് ചെയ്ത പ്രവർത്തനം ഞാൻ വളരെ കുറവാണ്. ഒരു പത്രത്തിലധികം ഫോട്ടോ വരുന്ന തരത്തിലോ അല്ലെങ്കിൽ ധർമ്മം ചെയ്തതോ സംഭാവന ചെയ്തോ എടുത്തു കാണിച്ചിട്ടോ ഞാൻ വളരെ കുറവാണ് ചെയ്യാറ്. കൂട്ടത്തിൽ കൂടി ഫോട്ടോയിൽ വരുവല്ലാതെ ഞങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനവും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. ആ കൊടുത്തവരെ വിഷമമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ എടുക്കാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കാറില്ല. നാട്ടിലെ പൊതുപ്രവർത്തനം അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിൽ ശ്രദ്ധിക്കാറുണ്ടോ? കാരണം താങ്കൾ ഒരു മുസ്ലിം ലീഗ് കുടുംബത്തിൽ നിന്നും വന്ന വ്യക്തിയായതുകൊണ്ടാണ് ചോദ്യം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ പ്രവർത്തനം മേഖലയിൽ എല്ലാത്തിലും ഉണ്ടാകും. പക്ഷെ പ്രത്യേകിച്ച് വേറിട്ട് കാണാതെ അതിൽ എല്ലാ നാട്ടിലെ പ്രവർത്തനത്തിൽ കുറഞ്ഞ ഷോർട്ട് ടൈമിലാണ് നാട്ടിൽ പോകാറ്. അപ്പോൾ ഉണ്ടാകുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടകലർന്ന് പ്രവർത്തിക്കുകയും പിന്നെ സ്വന്തമായി നമ്മൾ ചെയ്ത നാട്ടിലെ ഒരു കിണറിന് ഉള്ള സ്ഥലം കൊടുക്കുകയും ഒരു വ്യക്തിക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ആർക്കാണ് കൊടുത്തത്, എങ്ങനെയാണ് കൊടുത്തതെന്നും പബ്ലിസിറ്റി ചെയ്യാതെ ഒരു പൊതുയോഗത്തിലോ ഇതിലൊന്നും പ്രദർശിപ്പിക്കാതെ വളരെ രഹസ്യമായിട്ട് ഞങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. UAE ബിസിനസ് പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു? അതിൻ്റെ വിവരങ്ങൾ ഒന്ന് പറയാമോ? റോയൽ ടെൻ്റ് എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പിലുള്ള ഒരു സ്ഥാപനമുണ്ട് കരിയാട് പ്രദേശത്ത്. അത് കല്യാണ ആവശ്യങ്ങൾക്കുള്ള പന്തൽ, മറ്റുള്ള സൗണ്ട് സിസ്റ്റം, ലൈറ്റ് ഒക്കെ കൊടുക്കുന്നതാണ്. മറ്റൊന്നുള്ളത് JCB, ടിപ്പർ എന്നിവ റെൻറ്റിന് കൊടുക്കുന്നതാണ്. ഇന്ന് ജിയോളജിക്കൽ പ്രശ്നം കാരണം ആ പ്രവർത്തനവും ബിസിനസ് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ഇപ്പോൾ ധൈര്യപ്പെടുന്നില്ല. കാരണം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഞാൻ പണ്ടേ നിൽക്കാറില്ല. ദുബൈയിലെ ബിസിനസ്സുകൾ എന്തൊക്കെയാണ്? ദുബായിൽ ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡും പിന്നീട് ഒരു കഫ്റ്റേരിയ എന്നുള്ള ഗോൾഡൻ ഫുഡ് എന്ന നാമത്തിലുള്ള ഒരു കഫ്റ്റേരിയ ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഖത്തറിൽ മറ്റുള്ള ഷാഡോ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കോൺട്രാക്ടിങ് കമ്പനിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഖത്തർ മെറ്റൽ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റീൽ കമ്പനിക്കും ഞങ്ങൾ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുന്നു. സാർ, ഇനി താങ്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടം, കുട്ടിക്കാലം, നാട്ടിലെ വിശേഷങ്ങൾ, കുടുംബം ആരൊക്കെയാണുള്ളത്, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ വിദ്യാഭ്യാസത്തിൽ ഒന്നിച്ചുണ്ടായിരുന്ന NA കരീം സാഹിബ്, അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് ക്ലാസ്മേറ്റായിരുന്നു. എന്നെക്കാൾ കൂടുതൽ എന്ന് പറയാം പൊതുജീവിത രംഗത്ത് സജീവമായിട്ടുള്ള വ്യക്തിയാണ്. ഫസ്റ്റിൽ പഠിച്ചത് പുതുശ്ശേരി സ്കൂൾ എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഉള്ളതും, പിന്നെ തൊട്ടടുത്ത് KNUP കരിയാട് നമ്പ്യാർസ് ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിച്ചത്. നല്ല ഗുരുനാഥന്മാരും ഇന്നും അവർക്ക് എന്നോടുള്ള ബഹുമാനവും ജീവിച്ചിരിപ്പുള്ളവരൊക്കെ പരസ്പരം കാണുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർ തന്നെ പല പ്രാവശ്യത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലെ നന്ദിയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അവരോട് മറുപടി കൊടുത്തു, ഞങ്ങൾ 5 തവണ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വരിയുണ്ട്, ഉമ്മുവാത്തിന വൗസ്താദിന, ഞങ്ങളെ രക്ഷിതാക്കളെയും ഞങ്ങളെ ഗുരുനാഥന്മാരെ അത് 5 നേരം ഞങ്ങൾ പ്രാപ്യമാക്കുന്നവളാണ് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങളോട് വളരെ മതിപ്പും അവർക്കുണ്ട്. സർ, ഇപ്പോൾ അൽസഹ്റ ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസ് ഒരുപാട് വിജയങ്ങൾ താണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം താങ്കളുടെ മറ്റു സംരംഭങ്ങളും. ഇനിയിപ്പോൾ താങ്കളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഒരു ഭാവി പരിപാടി? ഭാവി പരിപാടി എന്ന് പറയുന്നത് വക്രയിൽ ഞങ്ങളൊരു വിപുലമായ തരത്തിലൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതാണ്ട് അൽസഹ്റ ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ അതേതാണ്ട് ഇൻഷാ അല്ലാഹ് ഓപ്പൺ ആകും. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഗൾഫുകാരുടെ സമ്പാദ്യമായ പഞ്ചസാരയും പ്രഷറും ഒക്കെ ഏതാണ്ട് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വയസ്സും കൂടുകയാണ്. അതുകൊണ്ട് അത് ഇനി കൂടുതൽ ഇനി മകനൊക്കെ ഫീൽഡിൽ ഇറക്കി രക്ഷപ്പെടാം എന്നാണ് ശ്രദ്ധിക്കുന്നത്. സാർ, ഇനി ഇപ്പോൾ ഇത്രയും വർഷം, ഇപ്പോൾ ഒരു 30 വർഷമായി അൽസഹ്റ ഗ്രൂപ്പ് ജനങ്ങളിലൊരു വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ പ്രവാസി മലയാളികൾ തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിൽ ഒരു വലിയ പാർട്ട് കസ്റ്റമറായിട്ട് വന്നിട്ടുള്ളത്. അവരോടൊക്കെ തന്നെ താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഇതുവരെ എന്നോട് സഹകരിക്കുകയും എൻ്റെ സ്ഥാപനത്തോട് കൂറ് കാണിക്കുകയും എൻ്റെ സ്ഥാപനത്തിൽ പർച്ചേസ് ചെയ്യുന്നതിലുപരി എൻ്റെ കടയിൽ നിന്ന് വാങ്ങണമെന്ന നിർബന്ധമുള്ള ഒരുപാട് പ്രവർത്തകന്മാർ KMCCയിലും മറ്റ് മേഖലയിലുള്ള സുഹൃത്തുക്കളും എൻ്റെ വിജയത്തിന് വേണ്ടി എൻ്റെ ഗുണകാംക്ഷികളാണ്. കസ്റ്റമറോടും എൻ്റെ സുഹൃത്തുക്കളോടും എന്നും ബഹുമാനവും കടപ്പാടും എനിക്കുണ്ട്. മാത്രമല്ല ഇനി അങ്ങോട്ടും അവരുടെ സേവനവും സഹായവും പ്രാർത്ഥനയും നിലനിർത്തണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുന്നു. ഇനിയും ഒരുപാട് വിജയങ്ങളുണ്ടാവട്ടെ. തീർച്ചയായും ഞങ്ങളുടെ വിരുന്ന് ടീമിൻ്റെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു.